നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ വീണ്ടും ഒമിക്രോൺ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചത് ഗുജറാത്തിലെ ജാംനഗറിലെ 72കാരന്. സിംബാബ്വേയിൽ നിന്ന് തിരിച്ചെത്തിയതാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ ഒമിക്രോൺ രോഗികളുടെ എണ്ണം 4ആയി. രാജ്യത്ത് ഇന്ന് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് 2 പേർക്ക്. ആഫ്രിക്കയിൽ നിന്നും മുംബൈയിൽ എത്തിയ 33കാരനായ മെർച്ചന്റ് നേവി ഓഫീസർക്കും രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഒമിക്രോൺ തീവ്രമായേക്കില്ലെന്ന കേന്ദ്ര സർക്കാർ. രോഗലക്ഷണങ്ങൾ നേരിയ തോതിലായിരിക്കും. രോഗം പെട്ടെന്ന് ഭേദപ്പെടുമെന്നും കേന്ദ്രം. വ്യാപന തോത് കുറവാണെങ്കിൽ 3ാം തരംഗ സാധ്യത കുറയുമെന്ന് ആരോഗ്യവകുപ്പ്. വാക്സിൻ ബൂസ്റ്റർ ഡോസ് നൽകുന്നത് സർക്കാരിന്റെ സജീവ പരിഗണനയിൽ. നീക്കം നിലവിലെ വാക്സിനുകളുടെ പ്രതിരോധ ശേഷിയെ മറികടക്കാൻ ഒമിക്രോണിനാകുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ വിദഗ്ധ സമിതി തീരുമാനമെടുക്കും. വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തി കോവിഡ് സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധന. ഒമിക്രോൺ ആണോ എന്ന് തിരിച്ചറിയാനായുള്ള ജനിതക ശ്രേണീകരണത്തിന് സംസ്ഥാനങ്ങൾ അയച്ചത് 50ഓളം സാമ്പിളുകൾ. കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലെന്ന് കരുതി ജാഗ്രത വെടിയരുതെന്ന് ആരോഗ്യ വിദഗ്ധർ. മഹാരാഷ്ട്രയിൽ നിന്ന് മാത്രം ജനിതക ശ്രേണീകരണത്തിന് അയച്ചിട്ടുള്ളത് 28 സാമ്പിളുകൾ. രാജസ്ഥാനിലെ ജയ്പൂരിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ 4 പേരടക്കം ഒരു കുടുംബത്തിലെ 9 പേർക്ക് കോവിഡ്. കൂടുതൽ ജനിതക ശ്രേണീകരണ ഫലം വരുന്നതോടെ രാജ്യത്ത് ഒമിക്രോൺ സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം ഉയർന്നേക്കും. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഒമിക്രോൺ സാഹചര്യം നേരിടാൻ പ്രത്യേക വാർഡ് സജ്ജമാക്കിയതായി DMO. UK-യിൽ നിന്നെത്തിയ ആളുടെ സ്രവം ഒമിക്രോൺ ജനിതക ശ്രേണീകരണ പരിശോധനയ്ക്ക് അയച്ചതിനെ തുടർന്നാണ് മുന്നൊരുക്കം. കഴിഞ്ഞ മാസം 21-ന് UK-യിൽ നിന്ന് കോഴിക്കോട്ടെത്തിയ ഡോക്ടറുടെ സ്രവ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കോവിഡ് മരണനിരക്കിൽ കേന്ദ്രം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇത് നിർഭാഗ്യകരമാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രീം കോടതി പോലും കേരളത്തെ അഭിനന്ദിച്ചതാണ്. കേരളത്തിലാണ് ഏറ്റവും കുറവ് മരണനിരക്കെന്നും മന്ത്രി. വാക്സിൻ എടുക്കാത്ത അധ്യാപകരുടെയും അനധ്യാപകരുടെയും വിവരങ്ങൾ പുറത്തുവിട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 1707 പേർ ഇതുവരെ വാക്സിൻ എടുത്തിട്ടില്ല. വാക്സിൻ എടുക്കാത്ത കൂടുതൽ പേർ മലപ്പുറത്ത്, കുറവ് വയനാട്ടിൽ. 1495 അധ്യാപകരും 212 അനധ്യാപകരും വാക്സിൻ എടുത്തിട്ടില്ല. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 1066 അധ്യാപകരാണ് വാക്സിൻ എടുക്കാനുള്ളത്. പേര് വിവരം പുറത്തുവിട്ട് ആരെയും ആക്ഷേപിക്കുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. വാക്സിൻ എടുക്കാത്തവരോട് കാരണം ചോദിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി. ആരോഗ്യ പ്രശ്നമുള്ളവർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകണം. വാക്സിൻ എടുക്കാത്തവർ ആഴ്ചതോറും RT-PCR ഫലം ഹാജരാക്കണമെന്നും മന്ത്രി. വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ടത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കണക്കുകൾ. ഒരാഴ്ചയ്ക്കുള്ളിൽ അൺഎയ്ഡഡ് സ്കൂളുകളിലെ കണക്കുകൾ ലഭ്യമാകും. വാക്സിൻ എടുക്കാത്ത അധ്യാപകർക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി. തിരുവല്ലയിൽ CPM ലോക്കൽ സെക്രട്ടറിയുടേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് പോലീസ്. 1ാം പ്രതി ജിഷ്ണുവിന് സന്ദീപിനോട് രാഷ്ട്രീയ വൈരാഗ്യവും വ്യക്തിവിരോധവും ഉണ്ടായിരുന്നതായി റിമാൻഡ് റിപ്പോർട്ട്. സന്ദീപിനെ മാരകമായി കുത്തിയത് ജിഷ്ണുവാണ്. കൊല്ലാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് സന്ദീപിനെ ആക്രമിച്ചതെന്നും റിപ്പോർട്ട്. യുവമോർച്ച മുൻ പ്രവർത്തകനായ ജിഷ്ണുവും മറ്റു പ്രതികളും സംഘം ചേർന്ന് ആസൂത്രിതമായി ആക്രമിച്ചാണ് സന്ദീപിനെ കൊന്നതെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്രതികൾ 5 പേരെയും സാക്ഷികൾ തിരിച്ചറിഞ്ഞു. ബൈക്കിലെത്തിയ സന്ദീപിന്റെ മുഖത്തടിച്ച ആക്രമണം തുടങ്ങിയത് ജിഷ്ണു. 5ാം പ്രതി വിഷ്ണുകുമാർ സന്ദീപിനെ തടഞ്ഞുവെച്ചു. പ്രമോദ്, നന്ദു എന്നിവർ കമ്പിവടി കൊണ്ട് അടിച്ചു. മുഹമ്മദ് ഫൈസൽ വടിവാൾ കൊണ്ട് വെട്ടാൻ ശ്രമിച്ചതായും പോലീസ് റിപ്പോർട്ട്. CBI അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തിയില്ലെന്ന പെരിയയിൽ കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. അന്വേഷണം അട്ടിമറിക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത്. തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടു. അറസ്റ്റിലാകാതെ ചിലർ ഇപ്പോഴും പുറത്തുണ്ടെന്നും കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണൻ. സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരെ മുസ്ലിം ലീഗിൽ പടയൊരുക്കം. വഖഫ് പ്രക്ഷോഭത്തെ തകർക്കാൻ ജിഫ്രി തങ്ങൾ ശ്രമിച്ചുവെന്ന ലീഗ് പ്രചാരണം. സമസ്തയിലെ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താൻ ലീഗിന്റെ ശ്രമം. ലീഗ് നീക്കം ഒരു സമസ്ത മുഷാവറ അംഗത്തെയും ചില യുവജന സംഘടനാ നേതാക്കളെയും ഒപ്പം നിർത്തി. 9-ന് കോഴിക്കോട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ സമസ്തയ്ക്ക് മുന്നിൽ ശക്തി തെളിയിക്കുകയെന്ന ലക്ഷ്യവും ലീഗിന്. 40-അംഗ സമസ്ത മുഷാവറയിൽ 2 പേരൊഴികെ മുഴുവൻ പേരുടെയും പിന്തുണ ജിഫ്രി തങ്ങൾക്കുണ്ടെന്ന് സൂചന. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടതിൽ സമസ്തയുടെ നിലപാട് ഏകകണ്ഠമാണെന്നും സംഘടനയ്ക്കുള്ളിൽ ആശയക്കുഴപ്പമില്ലെന്നും നേതൃത്വം. നടപടി പുനഃപരിശോധിക്കണമെന്ന് സമസ്ത അംഗീകരിച്ച പ്രമേയത്തിൽ നേരത്തെ ആവശ്യപ്പെട്ടതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളികളിൽ വെച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഭാഷണം രാഷ്ട്രീയ വിവാദങ്ങളും
മഹലുകളിൽ കുഴപ്പങ്ങൾക്കും കാരണമാകുമെന്നതിനാലാണ് ഒഴിവാക്കിയത്. വഖഫ് ബോർഡ് വിഷയം സമസ്തയുടെ നേതാക്കളുമായി ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയെ ചർച്ചയ്ക്ക് വിളിച്ച മുഖ്യമന്ത്രി മന്ത്രി അബ്ദുറഹ്മാനും ജിഫ്രി തങ്ങളുമായുള്ള കൂടിക്കാഴ്ച ഇതിന്റെ ഭാഗം. ചർച്ചയ്ക്കുള്ള തീയതി അറിയിക്കാൻ ജിഫ്രി തങ്ങളോട് മന്ത്രി ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടുകൊണ്ട് ഓർഡിനൻസ് ഇറക്കാൻ എന്ത് അടിയന്തര സാഹചര്യമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ്. വഖഫ് ബോർഡ് ജീവനക്കാർ കാര്യക്ഷമമല്ലെങ്കിൽ അവർക്കെതിരെ ഇതുവരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം. വഖഫ് ബോർഡിൽ PSCക്ക് മുസ്ലിങ്ങളെ മാത്രം നിയമിക്കാൻ കഴിയില്ലെന്നും മജീദ്. വഖഫിന്റെ കാര്യം പള്ളിയിലല്ലാതെ AKG സെന്ററിലാണോ പറയേണ്ടതെന്ന് KPA മജീദ്. പൗരത്വ പ്രശ്നം പള്ളിയിലാണ് പറഞ്ഞത്. മുസ്ലിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം പള്ളിയിൽ തന്നെയാണ് പറയേണ്ടത്. പള്ളിയിൽ വഖഫ് വിഷയം ഉന്നയിക്കുന്നത് തടയാൻ CPM-നാകില്ലെന്നും മജീദ്. വഖഫ് ബോർഡ് നിയമനം PSCക്ക് വിട്ടതിനെതിരെ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധത്തിന് ശേഷം നേതാക്കളും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം. സർക്കാരിനെതിരെ ഇത്തരത്തിലല്ല പ്രതിഷേധം നടത്തേണ്ടതെന്നും വീറും വാശിയും ഇല്ലെന്നും പറഞ്ഞായിരുന്നു പ്രവർത്തകർ നേതാക്കളോട് കയർത്തത്. KA ലത്തീഫ്, PV സൈനുദ്ദീൻ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു അണികളുടെ രോഷപ്രകടനം. വഖഫ് വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം തട്ടിപ്പുകൾ പുറത്തുവരാതിരിക്കണം എന്നത് മാത്രമാണെന്ന് വഖഫ് ചെയർമാൻ TK ഹംസ. ഇനിയുള്ള കാലം സമുദായ സംഘടനകൾ ലീഗിനൊപ്പം ഉണ്ടാകണമെന്നില്ല. സമസ്ത നിലപാട് ലീഗിന്റെ ആദ്യ പരാജയമാണെന്നും TK ഹംസ. നിയമനം PSCക്ക് വിടാനുള്ള തീരുമാനത്തെ ലീഗ് എതിർക്കാനുള്ള കാരണം നിയന്ത്രണം നഷ്ടമാകുമെന്ന ഭയമാണെന്ന് TK ഹംസ. ഇത് സംബന്ധിച്ചുള്ള ലീഗ് പ്രചാരണങ്ങൾ അനാവശ്യമാണ്. പള്ളിയെയും അനുഷ്ഠാനങ്ങളെയും ദുർവിനിയോഗം ചെയ്യാനാണ് ലീഗ് ശ്രമിച്ചത്. മതസാമുദായിക സംഘടനകൾക്ക് മേൽ ലീഗിനുള്ള നിയന്ത്രണം നഷ്ടമാവുക തന്നെ ചെയ്യുമെന്നും TK ഹംസ. തിരുവനന്തപുരം കടക്കാവൂരിൽ മകനെ പീഡിപ്പിച്ചെന്ന കേസിൽ അമ്മയ്ക്ക് നീതി. പരാതി വ്യാജമാണെന്ന അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച തിരുവനന്തപുരം പോക്സോ കോടതി കേസ് അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 4557 പേർക്ക് കോവിഡ്. 52 കോവിഡ് മരണങ്ങൾ സ്ഥിരീകരിച്ചു. പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 263 മരണവും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 41,439 ആയി. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. കർഷക സമരം തുടരും. ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് കർഷക സംഘടനകൾ. താങ്ങുവില ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ 5-അംഗ സമിതിയെ നിശ്ചയിച്ചു. ആവശ്യങ്ങൾ സംബന്ധിച്ച് ഡിസംബർ 4-നകം ചർച്ച നടത്തണമെന്ന് കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. 500ഓളം കർഷക സംഘടനകൾ നൽകിയ തുറന്ന കത്തിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകിയിട്ടില്ല. താങ്ങുവില നിയമം മൂലം ഉറപ്പുവരുത്തുക, അജയ് മിശ്രയെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക, സമരത്തിനിടെ മരിച്ച കർഷക കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങളാണ് സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ജവാദ് ചുഴലിക്കാറ്റ് നാളെ തീരം തൊടും. നാളെ ഉച്ചയോടെ ഒഡീഷയിലെ പുരി തീരത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് വരും മണിക്കൂറിൽ കൂടുതൽ ശക്തമാകും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒഡീഷ, ആന്ധ്ര തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഒഡീഷയിലും ആന്ധ്രയിലും ബംഗാളിലും കനത്ത മഴയ്ക്ക് സാധ്യത. ആന്ധ്രയിലെ ശ്രീകാകുളം, വിശാഖപട്ടണം, വിജയനഗരം ജില്ലകളിൽ 197 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ 5 മലയാളികൾ മരിച്ചു. ഒരു കുടുംബത്തിലെ 5 പേരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. തിരുവനന്തപുരം വലിയതുറയിൽ കടലിൽ ചാടി ജീവനൊടുക്കാൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ശ്രമം. കഴിഞ്ഞ ദിവസം വലിയതുറ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഒഴിപ്പിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ജീവനൊടുക്കാൻ ശ്രമിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ച് പിന്തിരിപ്പിച്ചു. വീടില്ലാതെ വർഷങ്ങളായി ദുരിതം അനുഭവിക്കുകയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ. സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിലാണ് ക്യാമ്പ് ഒഴിപ്പിച്ചതെന്ന് കൌൺസിലർ. പകരം നിർദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് മാറാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറാകുന്നില്ലെന്നും കൌൺസിലർ. കൊച്ചിയിൽ ലഹരി പാർട്ടിയിൽ പങ്കെടുത്തവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ്. മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ പ്രതിയായ സൈജു തങ്കച്ചനും ഒപ്പമുണ്ടായിരുന്നവർക്കും എതിരെയാണ് കേസ്. ഒപ്പമുണ്ടായിരുന്ന 17 പേരെ തിരിച്ചറിഞ്ഞു. സൈജുവിനൊപ്പം കേസെടുത്ത 17 പേർക്കെതിരെയും വ്യക്തമായ തെളിവുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി. സൈബർ തെളിവുകൾക്ക് പുറമെ വിദഗ്ധ പരിശോധന കൂടി നടത്തും. സൈജുവിന്റെ സുഹൃത്തുക്കളെ ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും കമ്മീഷണർ.
ശിശുമരണങ്ങൾ സംഭവിച്ച അട്ടപ്പാടിയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തി. മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം ആരോഗ്യവകുപ്പ് അട്ടപ്പാടി നോഡൽ ഓഫീസറെ ഒഴിവാക്കി. മന്ത്രി അട്ടപ്പാടിയിൽ നേരിട്ടെത്തിയത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിക്കെതിരെയും പോഷകാഹാര വിതരണത്തിലും വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ അട്ടപ്പാടിയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്താൻ പ്രത്യേക പ്രവർത്തനം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. അട്ടപ്പാടിയിൽ 426 ഗർഭിണികൾ, 191 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലെന്നും വീണ ജോർജ്. അട്ടപ്പാടിയിലെ അംഗൻവാടികൾ മുഖേന ഗർഭിണികൾക്ക് വിതരണം ചെയ്യുന്നതിനായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു തുടങ്ങി. 1 മാസത്തോളമായി ഭക്ഷ്യധാന്യ വിതരണം നിലച്ചിരുന്നു. ഭക്ഷ്യധാന്യ വിതരണത്തിൽ വൻ ക്രമക്കേട് നടക്കുന്നതായി കോൺഗ്രസ്. കുറുമ്പ ഊരുകളിൽ മാസങ്ങളായി ഭക്ഷ്യധാന്യങ്ങൾ എത്തിയിരുന്നില്ലെന്ന് കോൺഗ്രസ്. ഭക്ഷ്യധാന്യ വിതരണം മുടങ്ങിയിട്ടില്ലെന്നും കൃത്യമായ ഊരുകളിൽ ഇവ എത്തിച്ചിരുന്നതായും ICDS പ്രൊജക്ട് ഓഫീസർ. ഈ ആഴ്ച തന്നെ എല്ലാ അംഗൻവാടികളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുമെന്നും അധികൃതർ. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് വീണ്ടും 142 അടിയായി. ഒരു ഷട്ടർ കൂടി ഉയർത്തിയിട്ടും ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല. ടണലിലൂടെ കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 1867 ഘനയടിയായി ഉയർത്തി തമിഴ്നാട്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2400.70 അടിയായി. അണക്കെട്ടിൽ ഇപ്പോഴുള്ളത് സംഭരണശേഷിയുടെ 97.25% ജലം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉപവാസ സമരവുമായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. 24 മണിക്കൂർ ഉപവാസ സമരം ചെറുതോണിയിൽ. ഡാം സംബന്ധിച്ച ആശങ്ക പരിഹരിക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് സമരം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമരം ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായി മാറുമെന്ന് ഇടുക്കിയിൽ പറയുന്ന MM മണി തിരുവനന്തപുരത്തെത്തിയാൽ ഇക്കാര്യം മറക്കുമെന്ന് VD സതീശൻ. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ശൈലിയാണ് മണിയുടേത്. ഇടുക്കിയിലെ ജനങ്ങൾ എക്കാലവും പറ്റിക്കപ്പെടുകയാണെന്നും സതീശൻ. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ വിമർശനവുമായി നടൻ ജയസൂര്യ. റോഡ് നികുതി അടയ്ക്കുന്നവർക്ക് നല്ല റോഡ് വേണമെന്നും മോശം റോഡുകളിൽ വീണ് ആളുകൾ മരിക്കുന്നതിന് ആര് സമാധാനം പറയുമെന്നും ചോദ്യം. മഴക്കാലത്ത് റോഡ് നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ചിറാപുഞ്ചിയിൽ റോഡ് കാണില്ലെന്നും ജയസൂര്യ. സർക്കാരിന്റെ ഇപ്പോഴത്തെ ശ്രമം അഭിനന്ദനാർഹമാണെന്ന് ജയസൂര്യ. നല്ല റോഡുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ടോളുകൾക്ക് നിശ്ചിത കാലാവധി വെക്കണമെന്നും ജയസൂര്യ. ജയസൂര്യയ്ക്ക് മറുപടിയുമായി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് മഴ തടസ്സം തന്നെയാണ്. ചിറാപുഞ്ചിയിൽ 10,000 കിലോമീറ്റർ റോഡ് മാത്രമേയുള്ളൂ. കേരളത്തിൽ 3 ലക്ഷം കിലോമീറ്റർ റോഡുണ്ടെന്നും മന്ത്രി. നിശ്ചിത കാലയളവിനുള്ളിൽ റോഡുകൾ മോശമായാൽ കരാറുകാരൻ നന്നാക്കണം എന്ന് ആവർത്തിച്ച പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇത് നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം. പൊതുമരാമത്ത് വകുപ്പ് റോഡുകളിൽ പരിപാലന കാലാവധി ബോർഡുകളും കരാറുകാരന്റെ വിവരങ്ങളും പ്രദർശിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അനുമതിയോടെയാണ് വിമർശനം ഉന്നയിച്ചതെന്ന് ജയസൂര്യ. ഉള്ളിൽ തോന്നുന്നത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചെന്നും ഉള്ളിൽ തോന്നിയത് പറയുമെന്നതുകൊണ്ടാണ് തന്നെ വിളിച്ചതെന്നും മന്ത്രി മറുപടി നൽകിയെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ. ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. ആത്മാർത്ഥമായി നാടിന് മാറ്റം വരണമെന്ന് ചിന്തിക്കുന്ന ഒരു യുവത്വത്തെ റിയാസിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെന്നും ജയസൂര്യ ഫേസ്ബുക്കിൽ കുറിച്ചു. നിരോധനാജ്ഞ നിലനിൽക്കുന്ന തലശ്ശേരിയിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. സുരക്ഷാ ക്രമീകരണം 2 ACPമാരുടെ നേതൃത്വത്തിൽ. ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയ സംഘപരിവാർ സംഘടനാ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ പോലീസ് നിയമ നടപടി തുടങ്ങി. കേരളത്തിൽ ആദ്യമായി കൃത്രിമ ഹൃദയം വച്ചുപിടിപ്പിച്ച രോഗിയുടെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ലേക്ക് ഷോർ ആശുപത്രി മൃതദേഹം വിട്ടു നൽകിയില്ലെന്നും പരാതി. കൃത്രിമ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അംഗീകാരമില്ലാത്ത ആശുപത്രി ഇത് മറച്ചുവെച്ചുവെന്നും മകൻ. തൃശൂർ സ്വദേശിയായ പ്രേമാവതിക്ക് ലേക്ക് ഷോർ ആശുപത്രിയിൽ കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിച്ചത് ഒക്ടോബർ 8-ന്. ഇതിനായി ബന്ധുക്കൾ ചെലവഴിച്ചത് 1,52,00,000 രൂപ. ആശുപത്രിയുടെ വീഴ്ച മൂലം പ്രേമാവതി മരിച്ചെന്ന് ബന്ധുക്കൾ. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറായില്ലെന്നും ആരോപണം. അടിസ്ഥാനരഹിതമെന്ന് ലേക്ക് ഷോർ ആശുപത്രി അധികൃതർ. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സമീപനത്തെ രൂക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി. ജനങ്ങളെ സേവിക്കാനാണ്, വിഷമിപ്പിക്കാനല്ല ആ കസേരയിൽ ഇരിക്കുന്നതെന്ന ഓർമ്മ വേണമെന്ന് പിണറായി. സംസ്ഥാനത്തിന്റെ പൊതു സ്വഭാവത്തിന് ചേരാത്ത കടുത്ത ദുഷ്പ്രവണതകൾ നിലനിൽക്കുന്നുണ്ടെന്ന് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി. കൊല്ലം ചിതറയിൽ ആനയിടഞ്ഞു. കഴിഞ്ഞ ദിവസം തടിപിടിക്കാൻ കൊണ്ടുവന്ന ആനയെ തിരികെ കൊണ്ടുപോകുന്നതിനിടെയാണ് ഇടഞ്ഞത്.